ഫാറ്റ് ലോസ് സീരീസിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ്, ദിസ് ഇസ് ഡോക്ടർ ഷഹബാസ് ആൻഡ് വെൽക്കം ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഉറക്കവും തടി കുറക്കലും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനെ കുറിച്ചാണ്. എക്സസൈസിനും ഡയറ്റിനും തടി കുറക്കുന്നതിൽ അതിൻ്റെതായിട്ടുള്ള പങ്കുണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത്ര തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ പങ്ക് ഉറക്കത്തിനുമുണ്ട്. അപ്പോൾ നമുക്ക് ഉറക്കവും ഫാറ്റ് ലോസ് തമ്മിലുള്ള ബന്ധം എങ്ങനെയാണെന്ന് പരിശോധിക്കാം. നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് നടക്കുന്ന വളരെ അനിവാര്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളുടെ മെറ്റബോളിസം, നിങ്ങളുടെ ഹോർമോൺ, നിങ്ങളുടെ എനർജി ലെവൽ ഇതെല്ലാം നിയന്ത്രിക്കുന്നുണ്ട്. രണ്ട് പ്രധാനപ്പെട്ട ഹോർമോണുകളാണ് ഫാറ്റ് ലോസ് ചെയ്യുന്നതിൽ നിങ്ങളെ സഹായിക്കുന്നത്. ഒന്ന് ലെപ്റ്റിൻ, അതാണ് നിങ്ങളുടെ വയറ് ഫുള്ളായി എന്ന് പറഞ്ഞ് നിങ്ങളുടെ തലച്ചോറിന് സിഗ്നൽ കൊടുക്കുന്നത്. രണ്ടാമതായിട്ടുള്ളത് ഗ്രലിനാണ്. അത് നിങ്ങൾക്ക് വിശപ്പ് നിൽക്കുന്ന ഒരു ഹോർമോണാണ്. നിങ്ങൾ ആവശ്യത്തിന് ഉറങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ ലെപ്റ്റിന്റെ അളവ് കുറയുകയും ഗ്രലിന്റെ അളവ് കൂടുകയും ചെയ്യുന്നതാണ്. ഇതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് വിശക്കുകയും എത്ര കഴിച്ചാലും വിശപ്പ് മാറാത്തൊരവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. സ്റ്റഡീസ് പറയുന്നത് ഉറക്കം ശരിയാവാത്ത ഒരാൾ എപ്പോഴും കഴിക്കാൻ ആഗ്രഹിക്കുന്നത് ഹൈ കാലറി ഫുഡുകളാണ്. ഉദാഹരണത്തിന് മധുരം കൂടിയ അല്ലെങ്കിൽ കൊഴുപ്പ് കൂടിയ ഫുഡുകളൊക്കെ ആയിരിക്കും ഇവർക്ക് ഇഷ്ടം ഉണ്ടാവുക. ഇതിന്റെ കാരണം ഉറക്കക്കുറവ് നിങ്ങളുടെ തലച്ചോറിൽ ഉണ്ടാക്കുന്ന റിവാർഡ് സിസ്റ്റത്തിലെ മാറ്റങ്ങളാണ്. പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് 7 മണിക്കൂറിൽ താഴെയാണ് നിങ്ങൾ ഉറങ്ങുന്നതെങ്കിൽ നിങ്ങൾക്ക് പൊണ്ണത്തടി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ്. ഉറക്കത്തിന് നിങ്ങളുടെ മെറ്റബോളിസം റെഗുലേറ്റ് ചെയ്യുന്നതിലും വളരെയധികം പങ്കുണ്ട്. ഉറക്കക്കുറവ് നിങ്ങളുടെ ശരീരത്തിന് ഇൻസുലിൻ പ്രോസസ് ചെയ്യാനുള്ള കഴിവും കുറവും. ഇത് നിങ്ങൾക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കാൻ കാരണമാകും. ഇതുമൂലം നിങ്ങളുടെ ശരീരത്തിന് ഇൻസുലിൻ മതിയായ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റാതെ വരികയും നിങ്ങളുടെ ബ്ലഡ് ഷുഗർ ലെവൽ കൂടാനും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫാറ്റ് സ്റ്റോറേജ് വർദ്ധിക്കാനും സാധ്യതയുണ്ട്. അടുത്തതായിട്ട് ഉറക്കക്കുറവ് നിങ്ങളുടെ എക്സസൈസ് പെർഫോമൻസിനെ എങ്ങനെ ബാധിക്കുമെന്ന് നോക്കാം. നിങ്ങൾ ശരിയായ രീതിയിൽ ഉറങ്ങുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഉന്മേഷവും സ്റ്റാമിനയും വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നല്ല ഫോക്കസ് ലഭിക്കും. ഇനി നിങ്ങൾ ശരിക്കും ഉറങ്ങാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ജിമ്മിൽ പോകാൻ തന്നെ ഒരു മൂഡ് ഉണ്ടാവില്ല. മാത്രമല്ല, ഇനി നിങ്ങൾ ജിമ്മിൽ പോയാൽ തന്നെ നിങ്ങൾ ഫുൾ ടയർഡും ആയിരിക്കും. നിങ്ങൾക്ക് എക്സസൈസ് മര്യാദയ്ക്ക് ചെയ്യാൻ പോലും സാധിക്കില്ല. മാത്രമല്ല, നിങ്ങൾക്ക് ഇഞ്ചുറി വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് തടി കുറക്കുന്നതിൽ ഉറക്കത്തിന്റെ പങ്ക് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ സ്ലീപ്പ് ക്വാളിറ്റി എങ്ങനെ ഇംപ്രൂവ് ചെയ്യാൻ നോക്കാം. ഇതിന് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എപ്പോഴും നിങ്ങൾ ഒരേ സമയത്ത് ഉറങ്ങാനും ഉണരാനും ശ്രദ്ധിക്കുക. ഇത് നിങ്ങളുടെ ശരീരത്തിലെ ബയോളജിക്കൽ ക്ലോക്ക് റെഗുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഉറങ്ങാനായിട്ടുള്ള ഒരു അനുയോജ്യമായ ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇരുട്ടുള്ളതും തണുപ്പുള്ളതുമായിട്ടുള്ള ഒരു മുറിയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ബെഡ്, പില്ലോ ഇതൊക്കെ സെറ്റ് ചെയ്യുക. നിങ്ങളുടെ റൂമിലെ കർട്ടൻ ഒക്കെ ബ്ലാക്ക് ഔട്ട് കർട്ടൻ ആക്കുന്നതും വളരെ സഹായകരമാണ്. ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പായി മെഡിറ്റേഷൻ, ഡീപ് ബ്രീത്തിങ്, സ്ട്രെച്ചിങ് ഇതൊക്കെ ചെയ്യുന്നത് വളരെ സഹായകരമാണ്. ഇത് നിങ്ങളെ റിലാക്സ് ചെയ്യാനും പെട്ടെന്ന് ഉറങ്ങാനും സഹായിക്കും. വൈകുന്നേരത്തിന് ശേഷം നിങ്ങൾ കാപ്പി, ചായ, ആൽക്കഹോൾ ഇതൊക്കെ പരമാവധി ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പെങ്കിലും TV, സ്മാർട്ട് ഫോൺ ഒക്കെ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. ഇത് നിങ്ങളുടെ സ്ലീപ്പ് ഹോർമോൺ ആയിട്ടുള്ള മെലറ്റോണിന്റെ പ്രൊഡക്ഷൻ കുറയാൻ കാരണമാകും. റെഗുലർ ആയിട്ട് നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നതും ബാലൻസ് ആയിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്നതും നിങ്ങളുടെ സ്ട്രെസ് ശരിയായ രീതിയിൽ മാനേജ് ചെയ്യുന്നതും നിങ്ങൾക്ക് നല്ല ഉറക്കം ലഭിക്കാനും ആരോഗ്യം നിലനിർത്താനും സഹായിക്കുന്നു. സോ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. നമ്മുടെ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ആ ബെൽ ബട്ടൺ കൂടി അമർത്തുക. ബൈ ബൈ.